സമൂഹത്തിൽ വ്യാപകമാവുന്ന ലഹരി ഉപയോഗത്തിൽ ആശങ്ക രേഖപ്പെടുത്തി കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ പ്രഖ്യാപനം. പെരുകി വരുന്ന ലഹരി ഉപയോഗം നിയന്ത്രിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ അവകാശ പ്രഖ്യാപന സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു. സമ്മേളനം സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ദിനംപ്രതി വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തുകയാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ അവകാശ പ്രഖ്യാപന സമ്മേളനം. ലഹരിയുടെ ഉപയോഗം അനിയന്ത്രിതമായ രീതിയിൽ ഉയർന്നു. സർക്കാർ സംവിധാനങ്ങളും സമൂഹവും ഒന്നിച്ചുനിന്ന് സത്വര നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ വലിയ വിപത്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് സമുദായ സംഘടനയ്ക്കും മറ്റ് സമുദായ സംഘടനകളും ഈ കാര്യത്തിൽ ഗവൺമെന്റിനോട് ചേർന്ന് നിന്ന് സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി സുസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. വന്യജീവി ആക്രമണത്തിൽ വനംവകുപ്പിന്റെ നിലപാടുകളെ കടുത്ത ഭാഷയിലാണ് കത്തോലിക്ക കോൺഗ്രസ് വിമർശിച്ചത്. ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിൽ അവർക്ക് സംരക്ഷണം ഒരുക്കേണ്ട വനംവകുപ്പ് ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നതിനെ ന്യായീകരിക്കാനാകില്ലെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു വന്യജീവി വകുപ്പിനെ എന്താണ് പറയേണ്ടത്? ഈ മന്ത്രിയോട് പലതവണ ഞാൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ തന്നെ പറഞ്ഞ നാണംകെടുകയാണ്. പക്ഷേ ജനങ്ങളുടെ ജീവന് സ്വത്തിന് സുരക്ഷിതത്വം നൽകേണ്ട ഗവൺമെന്റ് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുക തന്നെ ചെയ്യണം. ഞങ്ങൾക്ക് ബലമായ സംശയങ്ങളുണ്ട്. ആരുടെയൊക്കെയോ അച്ചാരം വാങ്ങി ഇവിടുത്തെ സാധാരണക്കാരെ ഒറ്റുകൊടുക്കുന്ന മാഫിയകൾ ഇതിന്റെ പിന്നിലുണ്ടോ? കാർബൺ ഫണ്ട് പോലെയുള്ള ഫണ്ടുകൾ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഗവൺമെന്റ് മിഷനറി ഉണർന്നെണീക്കണം. മുനുമ്പൻ ജനതയ്ക്ക് അവർ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിലുള്ള അവകാശം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിക്കുകയും ചെയ്യണം. വഖഫ് നിയമ ഭേദഗതിക്ക് പിന്തുണ നൽകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സഭയുടെ കാഴ്ചപ്പാടനുസരിച്ച് ഈ മുനമ്പം വിഷയം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ. കാരണം ആ മുനമ്പം വാസികളുടെ സ്വത്ത് വഖഫ് സ്വത്തല്ല എന്ന് പലതരത്തിൽ ഇവിടെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. ഇനിയും അത് വെച്ച് വിലപേശുന്നത് ഈ ഗവൺമെന്റിന് ഭൂഷണമല്ല. ന്യൂസ് 18 കൊച്ചി. മറ്റു വാർത്തകൾ